നമസ്കാരം. പ്രധാന വാർത്തകൾ. ചാലക്കുടി നഗരസഭാ കൗൺസിലർ UDF-ൽ ചേർന്നു. സ്വതന്ത്ര കൗൺസിലറായിരുന്ന TD എലിസബത്താണ് UDF-ൽ ചേർന്നത്. 20-ാം വാർഡായ ഹൗസിംഗ് ബോർഡ് കോളനിയെയാണ് എലിസബത്ത് പ്രതിനിധാനം ചെയ്തിരുന്നത്. ഇതോടെ 36-അംഗ കൗൺസിലിൽ UDF അംഗസംഖ്യ 29ആയി ഉയർന്നു. നേരത്തെയും 2 പേർ കോൺഗ്രസിൽ ചേർന്നിരുന്നു. സ്വതന്ത്രയായി വിജയിച്ച റോസീല സർ, BJP സ്വതന്ത്രൻ വത്സൻ ചമ്പക്കര എന്നിവർ നേരത്തെ കോൺഗ്രസിൽ ചേർന്നിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസ്. നേമം സഹകരണ ബാങ്കിലും ഭരണസമിതി അംഗങ്ങളുടെ വീട്ടിലും ED റെയ്ഡ്. CPM ഭരണസമിതി 97 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നുള്ള പരാതിയിലാണ് നടപടി. കൊച്ചിയിൽ നിന്നുള്ള ED സംഘമാണ് ബാങ്കിലെത്തിയത്. ഭരണസമിതി അംഗങ്ങളുടെ വീടുകളിലും പരിശോധന നടക്കുകയാണ്. ബാങ്ക് സെക്രട്ടറിമാരായ AR രാജേന്ദ്രകുമാർ, S ബാലചന്ദ്രൻ നായർ, മുൻ പ്രസിഡന്റ് R പ്രദീപ് കുമാർ അടക്കം 3 പ്രതികളാണ് ഈ കേസിൽ ഇതുവരെ പിടിയിലായത്. ഇതിൽ രാജേന്ദ്രകുമാറാണ് ഏറ്റവും അവസാനം പിടിയിലായത്. മദ്യലഹരിയിൽ കാർ ഓടിച്ച അപകടം. ഓട്ടോയുമായും ബൈക്കുകളുമായും കൂട്ടിയിടിച്ചു. 1 മരണം. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഉടുമ്പന്തല സ്വദേശി ഖദീജയാണ് മരിച്ചത്. ഖദീജ സഞ്ചരിച്ച ഓട്ടോറിക്ഷയിൽ കാർ ഇടിക്കുകയായിരുന്നു. കണ്ണൂർ പയ്യന്നൂരിലാണ് അപകടം നടന്നത്. അമിത വേഗത്തിൽ വന്ന കാർ ഖദീജ സഞ്ചരിച്ച ഓട്ടോറിക്ഷയിലും മറ്റ് 2 ബൈക്കിലും ഇടിച്ചു. തുടർന്ന് നിയന്ത്രണം വിട്ട് മുന്നോട്ട് പാഞ്ഞ കാർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം എത്തിയപ്പോൾ പഞ്ചറായി. കാറിൽ മദ്യക്കുപ്പി ഉണ്ടായിരുന്നുവെന്നും കാറിലുണ്ടായിരുന്നവർ മദ്യലഹരിയിലായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. സംഭവത്തിൽ നീലേശ്വരം സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. റോഡുകളിൽ നിന്നും പൊതുവിടങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ നീക്കണമെന്നും നിരീക്ഷണത്തിനായി പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നും സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിറക്കി. ദേശീയപാതയിലടക്കം റോഡുകളിൽ നിന്ന് കന്നുകാലികൾ, നായ്ക്കൾ എന്നിവ അടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം. ഇതിന് സർക്കാരുകളും ദേശീയപാത അതോറിറ്റികളും നടപടി സ്വീകരിക്കണം. മൃഗങ്ങളെ കണ്ടെത്താൻ പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണം. സർക്കാർ ഓഫീസുകൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കാൻ എല്ലാ സംസ്ഥാന സർക്കാരുകളും നടപടി സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞു. ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. ഛായാഗ്രാഹകൻ സമീർ താഹിറും പ്രതി. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഛായാഗ്രാഹകൻ സമീർ താഹിറും പ്രതി. കേസിൽ കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ 3-ാം പ്രതിയാണ് സമീർ. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ് മറ്റു പ്രതികൾ. സമീറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് സംവിധായകൻ പിടിയിലായത്. ലഹരി ഉപയോഗം സമീർ താഹിറിന്റെ അറിവോടെയാണെന്ന് എക്സൈസ് പറയുന്നു. ഏപ്രിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് സമീറിന്റെ ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയത്. കേസിൽ 4 പ്രതികളാണുള്ളത്.